ഇത് മാർച്ച് 15 സൺഡേ എടുത്ത വീഡിയോ ആണ്. ആദ്യം തന്നെ പറയട്ടെ, ഈ വീഡിയോയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ടോടെ ഉണ്ടാവും. കാരണം ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഉച്ചവരെ ഇങ്ങനെ ഓരോന്ന് ഒതുക്കിയും പെറുക്കിയൊക്കെ നിൽക്കുമായിരുന്നു. കാരണം ഇന്നത്തെ എന്റെ ഈ സ്പെഷ്യൽ ഡേയോടനുബന്ധിച്ച് ഞാനൊരു ചെറിയ അത്താഴം ഒരുക്കുന്നുണ്ട്. ഇന്നലെ വെച്ച ചെമ്മീനും മാങ്ങയും കൂടി അരച്ചു കൂട്ടിയ ചട്ടിയിൽ ചോറ് വടിച്ച് നെല്ലിപ്പുളി അച്ചാറും ഉപ്പുമാങ്ങ ചമ്മന്തിയൊക്കെ ആയിട്ട് ചോറ് കഴിച്ചിട്ട് കടയിൽ പോകാന്ന് ഒരുങ്ങി ഇറങ്ങിയ സമയത്താണ് കേട്ടോ എനിക്ക് തോന്നിയത്. 6-7 പേർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡിന്നറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പോകണം. ആവശ്യത്തിന് സമയമുണ്ട്, അതുകൊണ്ട് വളരെ റിലാക്സ്ഡ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്താൽ മതി. ഇപ്പോഴത്തെ എന്റെ കറന്റ് ഫേവറേറ്റ് വാട്ടർ ബോട്ടിൽ ഈ മിൽമയുടെ പാല് വരുന്ന കുപ്പിയാണ് കേട്ടോ. വേനലും ചൂടും ഒക്കെ തുടങ്ങിയത് കൊണ്ട് പ്രത്യേകിച്ച് വെള്ളം കുടിക്കാനായിട്ട് ഒരു കാരണം വേണം. ദാഹിക്കുന്ന സമയത്ത് വെള്ളം കയ്യിലുണ്ടായാൽ മതി. അതുകൊണ്ട് ഞാൻ ഈ മിൽമയുടെ പാല് കുപ്പി നന്നായിട്ട് കഴുകിയിട്ട് ഒരു 3-4 ബോട്ടിൽ വെള്ളം ഇങ്ങനെ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്നത്തെ ഈ സ്പെഷ്യൽ ഡേയിൽ പ്രിപ്പയർ ചെയ്യുന്ന ഡിന്നറിന്റെ റെസിപ്പി ഒക്കെ കാണിച്ചിട്ട് ഒരു വീഡിയോ എടുക്കാനാണ് കരുതിയിരുന്നത്. അത്താഴം ഒരുക്കുന്നത് അടുക്കളയിലായതുകൊണ്ട് എന്നെ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ വീഡിയോയ്ക്ക് മുമ്പ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ തിരികെ കയറ്റാണ്. പക്ഷെ എഡിറ്റ് ചെയ്യാനിരുന്നപ്പോഴത്തേക്കാണ് ഞാൻ നഗ്ന സത്യം മനസ്സിലാക്കിയത്. ഇത് ഒറ്റ വീഡിയോയിൽ ഒതുക്കാൻ പറ്റത്തില്ല, ഇത് 2 വീഡിയോ ആയിട്ട് ചെയ്യാം. ചെറിയൊരു സന്തോഷമുണ്ട്, നമുക്ക് ബൈ ചാൻസിൽ 2 വീഡിയോ കിട്ടിയില്ല. അതുകൊണ്ടാണ് ഒരു കാര്യമില്ലാതെ ചോറ് കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും ഗേറ്റ് തുറക്കുന്നതും വണ്ടി എടുക്കുന്നതും ഒക്കെ ഇന്നത്തെ വീഡിയോയിൽ കയറി വന്നിരിക്കുന്നത് കേട്ടോ. ഇന്നത്തെ എന്റെ ഡിന്നർ മെനു എന്ന് പറയുന്നത് ഒരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്, അതുപോലെ ഒരു ഫിഷ് കറി, ഒരു വെജിറ്റബിൾ കറി, പിന്നെ ഒരു പായസം. ഇതാണ് ഇത്ര സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ ഈ സ്പെഷ്യൽ ഡിന്നറിന് വേണ്ട സാധനങ്ങളൊന്നും നമ്മുടെ അടുക്കളയിലില്ല. എസ്പെഷ്യലി ഇത് വാങ്ങിച്ചെങ്കിലേ നമുക്ക് ഇതൊരു സ്പെഷ്യൽ ഡിന്നർ ആക്കാൻ പറ്റത്തുള്ളൂ. എന്റെ കയ്യിലിരിക്കുന്ന സാധനം കണ്ടപ്പോഴത്തേക്ക് കാര്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ആരുടെയോ ബർത്ത്ഡേ ആണ്. അതെ, ഇന്ന് എന്റെ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ ആണ്. എന്റെ ബർത്ത്ഡേ പോലെ തന്നെ എനിക്ക് ഒത്തിരി പ്രിയപ്പെട്ടതാണ് ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ, മാർച്ച് 15. ഈ ദിവസം എന്നാൽ ആവുന്നത് പോലെയൊക്കെ ഞാൻ ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് നോക്കാറുണ്ട് കേട്ടോ. അങ്ങനെ പാചകത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു, കേക്ക് വാങ്ങിച്ചു. ഇനി എനിക്ക് പള്ളിയിലാണ് പോകേണ്ടത്. 1-2 തവണ മാത്രം ഇട്ടിട്ട് കഴുകി വെച്ചിരിക്കുന്ന എന്റെ ഈ ലാവൻഡർ കളർ ചുരിദാറാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ ഡേയിൽ ഞാൻ പള്ളിയിൽ പോകാനായിട്ട് ഇടുന്നത്. അയൺ ചെയ്തില്ലെങ്കിൽ ഒരു ഗുമ്മില്ല ഇട്ട് കാണാനായിട്ട്, അതുകൊണ്ട് അയൺ ചെയ്തേക്കാന്ന് വിചാരിച്ചു. ഞങ്ങളുടെ ഈ പരിഷ്കരിക്കാത്ത കൊച്ചടുക്കളയിൽ അടുപ്പും വിറകും ഒക്കെ 365 ദിവസവും സ്റ്റോക്ക് ഉണ്ടാവും കേട്ടോ. വീട്ടിലെ അടുക്കളയിൽ നിന്ന് വിറകടുപ്പ് ബഹിഷ്കരിക്കണമെന്ന് നമ്മുടെ പോരാളിയുടെ സമരം ചെയ്ത ആളാണ് കേട്ടോ ഞാൻ. അതൊക്കെ എന്റെ അഹങ്കാരമല്ല, കോൺഫിഡൻസ് ആണെന്ന് ഇനി ആരോടും പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഇന്നത്തെ ഡിന്നറിനുള്ള ഫ്രൈഡ് റൈസിനുള്ള ചോറ് ഞാൻ ഈ അടുപ്പിൽ വെച്ചിട്ട് ഊറ്റി വെച്ചിട്ടാണ് കേട്ടോ പള്ളിയിലോട്ട് പോകുന്നത്. കൂട്ടത്തിൽ ഫിഷ് കറിക്ക് വേണ്ട ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഫിഷ് ഫ്രൈ ചെയ്യുന്നതിനുള്ള മസാലപ്പൊടിയും അതുപോലെ ഉപ്പും വെളിച്ചെണ്ണയും കൂടിയാണ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു കൂട്ട് ഫിഷിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വെച്ചതിന് ശേഷം പള്ളിയിൽ പോയി വന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് കരുതി. അപ്പൊ തൽക്കാലം എന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ ഇവിടെ നിൽക്കട്ടെ. എനിക്ക് പള്ളിയിൽ പോകാനുള്ള സമയമായി. പള്ളിയിലൊക്കെ പോയി വന്നതിന് ശേഷം വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഡിന്നർ പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഹസ്ബൻഡ് വീട്ടിലെത്തിയിട്ടില്ല. ഹസ്ബൻഡ് രാത്രി ഒരു 8:30 കൂടി എത്തത്തുള്ളൂ. ഇന്നിപ്പോ ഞാനും അമ്മച്ചിയും കൂടിയാണ് പള്ളിയിൽ പോകുന്നത്. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ വീഡിയോയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാകുവേ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നമ്മുടെ ചാനലും വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുതേ.